പശ്ചിമഘട്ടത്തിലെ പ്രധാന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നായ പെരിയാർ കടുവ സങ്കേതത്തിൽ ആദ്യഘട്ട ഉഭയ ഉരകജീവി സർവേയിൽ 149 ഇനങ്ങൾ രേഖപ്പെടുത്തി. 2025 ജൂൺ ആദ്യം പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും ചേർന്ന് സംയുക്തമായി നടത്തിയ സർവേയിൽ 67 ഉഭയജീവി ഇനങ്ങളെയും 82 ഉരകജീവി ഇനങ്ങളെയുമാണ് കണ്ടെത്തിയത്. വിവിധ ആവാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന 21 സ്ഥലങ്ങളിലാണ് സർവേ നടന്നത്. സർവേയിൽ കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, A3 ബാംഗ്ലൂർ തുടങ്ങിയവരും മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, സർപ്പ, സ്നേക്ക്ബേഡ് തുടങ്ങിയ പ്രാദേശിക സംഘടനകളെ പ്രതിനിധീകരിച്ച് 73 വോളണ്ടിയർമാർ പങ്കെടുത്തു. പെരിയാർ കടുവ സങ്കേതത്തിലെ അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ലക്ഷ്മി ആർ, പെരിയാർ വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് എസ് എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ സന്ദീപ് ദാസ്, ഡോക്ടർ രാജ്കുമാർ എന്നിവർ നയിച്ച സർവേയിൽ നിരവധി അപൂർവ ഇനങ്ങളെയും രേഖപ്പെടുത്തി. ചൂരലാമ എന്ന കെയിൻ ടർട്ടിൽ, കാട്ടാമ എന്ന ട്രാവൻകൂർ ടോർട്ടോയിസ്, കുട്ടിവാലൻ ചുരുട്ട എന്നിവയുൾപ്പെടെ IUCN ചുവപ്പട്ടികയിൽപ്പെടുന്ന 12 ഇനങ്ങളെ രേഖപ്പെടുത്തി. മുൻ സർവേകളിൽ രേഖപ്പെടുത്താത്ത ഡെറേലിക്കുറി മൂക്കൻ, കേരള ചാട്ടക്കാരൻ, ജലധാര ചാട്ടക്കാരൻ തുടങ്ങി 5 ഇനം ഉഭയജീവികളും, രാഷ്ട്രീയ പല്ലി, മേഘമല ദ്രാവിഡ ഗെക്കോ തുടങ്ങി 3 ഇനം ഉരകങ്ങളെയും അടക്കം 8 ഇനങ്ങളെ പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഉഭയ ഉരകജീവി പട്ടികയിലേക്ക് അധികമായി ചേർത്തു. സർവേയിൽ രേഖപ്പെടുത്തിയ 67-ൽ 53-ഉം ലോകത്തിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ് എന്നത് പെരിയാറിന്റെ ഉഭയജീവി വൈവിധ്യത്തിന്റെ പ്രത്യേകത കൂടിയാണെന്ന് ഡോക്ടർ സന്ദീപ് ദാസ് അഭിപ്രായപ്പെട്ടു. ഇടുക്കി വിഷൻ, കുമളി.